CPM ആണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത്, CPM-ന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 60 പവൻ സ്വർണം ഉണ്ണികൃഷ്ണ പോറ്റി അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ബോർഡും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ബോർഡ് പ്രസിഡന്റിന്റെ മകന് ജയശങ്കർ പത്മന്റെ അദ്ദേഹത്തിന് ആ ദേവസ്വം ബോർഡുമായി ഒരു ബന്ധവുമില്ല കേട്ടോ. മർച്ചന്റ് നേവിയിലോ മറ്റോ ഓഫീസറാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഒക്കെ സ്വർണം കെട്ടിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കുന്നത്. ബോർഡും ഈ പറയുന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ ബന്ധമില്ല. പക്ഷെ ബോർഡ് പ്രസിഡന്റിന്റെ മകനും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ഒപ്പുവെക്കുന്ന ഫയലും ഉത്തരവും തമ്മിലൊക്കെ ബന്ധമുണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഞാൻ പോയാലും അബിൻ പോയാലും ഈ ശങ്കുട്ടിദാസ് പോയാലും രാഹുൽ ഈശ്വർ പോയാലും ഒക്കെ കിട്ടുമോ ഇങ്ങനെ? എനിക്കൊരു 2-3 കാര്യങ്ങളിൽ അതിൽ മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, ജയ്ക്ക് ആ കോടതി വിധി ശരിയായവണ്ണം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം കോടതി വിധി വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജയ്ക്കിന് ഇപ്പോൾ ബോർഡിനെയും ദേവസ്വം കമ്മീഷണറെയും ഒക്കെ പറയേണ്ടി വരുമായിരുന്നു എന്നുള്ളത് ആദ്യത്തെ കോടതി വിധിയുടെ 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. എന്താണ് 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്? ഒന്ന്, 16/2/2019 എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടുത്തെ ഡോറ് ഗോൾഡ് ക്ലാഡഡ് ഡോറ് മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ദേവസ്വം കമ്മീഷണർക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായി. ദേവസ്വം കമ്മീഷണർ ആ കത്ത് വായിച്ച് തിരിച്ച് ഒരു കത്ത് കൊടുക്കുകയാണ്. ആ കത്ത് കൊടുക്കുന്നത് 6/3/2019 ആ 6/3/2019 കൊടുത്ത കത്തിലാണ് ആദ്യമായി ഈ ഗൂഢാലോചനയിൽ ആദ്യമായി ഗോൾഡ് ക്ലാഡഡ്, അതായത് സ്വർണം പൊതിഞ്ഞ വാതൽ എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ്, ചെമ്പ് തകിട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കോടതിയുടെ 3-ാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ നിരീക്ഷണം തന്നെ ആദ്യത്തെ ഗൂഢാലോചന നടന്നത് 6/3/2019 അന്നത്തെ ദേവസ്വം കമ്മീഷണർ ഗോൾഡ് ക്ലാഡഡ് ഡോറ് അത് മെയിൻ്റനൻസിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്ത ലെറ്ററിൽ കോപ്പർ പ്ലേറ്റ് എന്നാക്കി എന്നുള്ളതിലാണ് എന്ന് ഇന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട്. ആരാണ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ? ആ ദേവസ്വം കമ്മീഷണറുടെ പേര് ജയ്ക്കിന്റെ പാർട്ടിയുടെ നേതാവായ N. വാസു എന്നാണ്. ഈ N. വാസു തന്നെയാണ് പിന്നീട് പത്മകുമാർ മാറിയപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറി CPM നേതാവായി അവിടെ ഭരിച്ചത് എന്ന് പറയുമ്പോൾ CPM-നും ദേവസ്വം ബോർഡിനും അതിനുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ജെയ്ക് സി തോമസ് പറയണം. ഇനി 2, ദേവസ്വം ബോർഡിന് എന്താണ് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം? ഈ കത്ത് 20/3/2019 ദേവസ്വം ബോർഡിന്റെ പരിഗണനയിൽ വന്നു. ആരുടെ ബോർഡ്? CPM-ന്റെ A. പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിൽ വന്നപ്പോൾ ദേവസ്വം ബോർഡ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞ് ഒരു കത്ത് കൊടുത്തു. ആ കത്തിലും പറയുന്നത് ഗോൾഡ് ക്ലാഡഡ്, സ്വർണം പൊതിഞ്ഞ വാതിലുകൾ എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്നാണ്, ചെമ്പ് തകിട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗൂഢാലോചനയ്ക്ക് ആദ്യത്തെ ക്രമം പാലിച്ച് ചെയ്തു കൊടുത്തത് ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ CPM നേതാവ് N. വാസുവും ദേവസ്വം ബോർഡ് A. പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഇന്നത്തെ കോടതി വിധിയിൽ ഒരു സംശയലേശമന്യേ ഇല്ലാതെ സംശയത്തിന്റെ എല്ലാ ലാഞ്ചനയോടും കൂടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ CPM ആണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത്, CPM-ന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി 2-ാമത്തെ കാര്യം, ഇവിടെ ജയ്ക്ക് ഏതോ INTUC നേതാവിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഒന്ന്, ജയ്ക്ക് AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂള് എടുത്ത് ഇവിടെ പരാമർശിക്കുമ്പോൾ ചുരുങ്ങിയ ലെവലിൽ അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. ഒന്ന്, നിങ്ങൾ പരാമർശിക്കുന്ന പേര് G. ബൈജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറുടെയാണ്. G. ബൈജു അവിടെ തിരുവാഭരണ കമ്മീഷണർ ആവുന്നത് 2023 ആ G. ബൈജുവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് INTUC-യുടെ നേതാവാണെന്ന്. 2019 അവിടുത്തെ തിരുവാഭരണ കമ്മീഷണറുടെ പേര് KS. ബൈജു എന്നാണ്. ഈ ബൈജു ഏതാ, ചക്ക ഏതാ, കൊക്ക ഏതാണെന്ന് അറിയാതെ ക്യാപ്സ്യൂൾ എടുത്ത് വിഴുങ്ങുമ്പോൾ ജയിക്ക് അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള സാമാന്യ മാന്യത കാണിക്കണം എന്ന് 2-ാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇനി 3-ാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ഇന്ന് ദേവസ്വം വിജിലൻസ് അടക്കം ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? ഇപ്പൊ നമുക്കറിയാം വിജയ് മല്യ കൊടുത്തത് 30 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3700 പവനോളം സ്വർണമാണ് കൊടുത്തത്. അതിൽ ദ്വാരപാലക ശില്പത്തിൽ മാത്രം പൂശിയിരിക്കുന്നത് 1.5 കിലോ സ്വർണമാണ്. ഏതാണ്ട് 200 പവനോളം സ്വർണം പൂശിയിട്ടുണ്ട്. ഇന്നത്തെ വിധിന്യായത്തിൽ ഈ സ്മാർട്ട് സൊല്യൂഷൻസിന്റെ CEO നേരത്തെ പറഞ്ഞതനുസരിച്ച് അവരുടെ കയ്യിൽ കിട്ടിയത് പൂർണ്ണമായ ചെമ്പ് തകിടുകൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം മൊഴി മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്ന് കിട്ടിയവയിൽ സ്വർണമുണ്ടായിരുന്നു, ആ സ്വർണം ഞങ്ങൾ ഉരുക്കി. ആ ഉരുക്കിയതിന്റെ കണക്ക് എന്താണ്? ഉരുക്കിയതിന്റെ കണക്ക് ബഹുരസമാണ്. ആ കണക്ക് പ്രകാരം
60 പവൻ സ്വർണം ഉണ്ണികൃഷ്ണ പോറ്റി അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. എന്റെ സംശയം ഇതാണ് മാധു, ഇതിനകത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംശയം എന്തായിരുന്നു? ബേസിക് സംശയം ദ്വാരപാലക ശില്പവും പീഠവും സന്നിധാനത്ത് നിന്ന് പോകുമ്പോ 42 കിലോയായിരുന്നു തൂക്കം. ദ്വാരപാലക ശില്പവും പീഠവും തിരിച്ചു വരുമ്പോ 38 കിലോയാണ് തൂക്കം. എന്ന് പറഞ്ഞാൽ 4 കിലോയുടെ തൂക്കത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ 4 കിലോ എവിടെ പോയി? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വർണം ഉരുക്കി എന്ന് പറയുന്നു. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഏതാണ്ട് 250 ഗ്രാം സ്വർണം മാത്രമാണ് കിട്ടിയത് എന്നാണ് ഈ സ്മാർട്ട് സൊല്യൂഷൻകാരൻ ഇന്ന് കൊടുത്തിരിക്കുന്ന മൊഴി. ഇതൊരു വ്യാജമാണ്. ഇൻവെസ്റ്റിഗേഷൻ ശേഷം നൽകിയിരിക്കുന്ന റിപ്പോർട്ടല്ല, മൊഴികളുടെ അടിസ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന നിഗമനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അബിൻ പറഞ്ഞത് ശരിയാണ്. ഈ പറയുന്ന 4.5 കിലോയുടെ വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇവരുടെ ഈ പറയുന്ന മാറ്റി മാറ്റി പറയുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കേണ്ടതല്ല. ഇനിയിപ്പോൾ SIT അന്വേഷിക്കുമ്പോൾ ആധികാരികമായ വിവരം അതിൽ കിട്ടുകയും ചെയ്യും.